Assalamualaikum, welcome back. Shabs Paradise-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ഐറ്റം ആട്ടോ. ഉണ്ണിയപ്പമാണ്, പക്ഷേങ്കിൽ അത് എപ്പോഴും നമ്മൾ കഴിക്കാറുള്ളത് പോലെ മധുരമുള്ളതോ പഴം ആഡ് ചെയ്തിട്ടുള്ളതോ അങ്ങനെ ഒന്നും ആയിട്ടുള്ള ഉണ്ണിയപ്പമല്ല. ഇത് മസാല ഉണ്ണിയപ്പമാണ്. അത് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നത്. രണ്ട് മുട്ട വേണം. അപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള മസാല ഉണ്ണിയപ്പത്തിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച്, നമ്മളൊരു 1 കപ്പ് ഗോതമ്പ് പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മതി. ഇവിടെ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും എടുക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ അരിയുടെ ഉണ്ടാക്കുന്നതെങ്കിൽ അരി ആദ്യം വാഷ് ചെയ്യണം, കുതിർക്കണം, അരയ്ക്കണം, പിന്നെ അത് ഫെർമെൻറ്റേഷന് വെക്കണം, അങ്ങനെ കുറേ സമയമൊക്കെ എടുക്കും. പിന്നെ അത് നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ കാരോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പച്ചമുളക് വേണം, അത് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ച് കൂട്ടാം, 2 3 ഒക്കെ ഇടാം. പക്ഷെ ഇവിടെ ഞാൻ കുട്ടികളും കൂടെ കഴിക്കുന്നത് കാരണം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം ഒരുപാട് കൂടി പോകരുത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശയുടെ മാവ് അരയ്ക്കുന്ന കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കൂടി പോവണ്ട, ചെറുതായിട്ട്. ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് ഇതിൽ കാണുന്ന ഇത്രയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം ആവശ്യത്തിന് നോക്കി നോക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് നോക്കി ഒഴിക്കണേ. നമ്മൾ ആ ഒരുപാട് നീണ്ടു പോവാതെ ജസ്റ്റ് ഒന്ന് ആ ഒരു കറക്റ്റ് പരുവത്തിന് വരുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായി ലംസൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ഇതെല്ലാം നല്ലപോലെ ബ്ലെൻഡായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാവുമ്പോഴത്തേക്കിനും ഒരു കുഴിയുള്ള തവി കൊണ്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഈ കുഴിയിലേക്ക്, ഈ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിയിലേക്ക് കോരി ഒഴിക്കണം. പിന്നെ എണ്ണ ചൂടാവാനൊക്കെ ആയിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിലിടണം. പക്ഷെ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അത് കുറച്ചൊന്ന് കുറയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു സൈഡിൽ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് മറിച്ചിടാം. ആ വശവും കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടില്ല. ഒരു 10 മിനിറ്റ് പോലും ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഇത് നല്ല തിളച്ച എണ്ണ ആയത് കാരണം നല്ലതുപോലെ ഒന്ന് കെയർഫുൾ ആവണം ഈ മാവ് ഒഴിക്കുന്ന സമയത്തും അതുപോലെ തിരിച്ചിടുന്ന സമയത്തും ഒക്കെ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഫസ്റ്റ് ടൈം വ്യൂവർ ആണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടോ.
കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, പക്ഷെ തീ ഒരുപാട് കുറയ്ക്കില്ല കേട്ടോ. ഒരുപാട് സിമ്മിലിട്ടാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിലൊന്നും വേവത്തില്ല. ആ മാവ് അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിൽ തന്നെ ഇരിക്കും. നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്കിനും ഈ അകത്തുള്ള മാവ് വെളിയിലേക്ക് ഒലിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിലൊരു ഹോളായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ തീ ഒരുപാട് കുറയ്ക്കുമെന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിലിടണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന മസാല ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് കട്ടൻ കാപ്പിയുടെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ്.